നമസ്കാരം. ഇന്ന് നവംബർ മാസം 28-ാം തീയതിയാണ്, വെള്ളിയാഴ്ച ദിവസം. ഇന്നേ ദിവസത്തിൻ്റെ പ്രത്യേകത, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് വക്രഗതി സഞ്ചാരത്തിൽ നിന്നും പൂർണ്ണമായി വിട്ടുമാറി ഇന്നേ ദിവസം മുതൽ ശനി നേർരേഖ സഞ്ചാരം ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്നേ ദിവസം മുതൽ ശനി പൂർണ്ണ ബലവാനായി മാറുന്നതിൻ്റെ ഫലമായി 5 രാശിയിൽ വരുന്ന 15 നക്ഷത്ര ജാതകർക്ക് വളരെയേറിയ ഗുണകരമായ ഫലങ്ങൾ വന്നു ചേരുകയാണ് ഇന്നേ ദിവസം മുതൽ. അതായത് രാജയോഗപ്രദമായ ഫലങ്ങളാണ് 5 രാശിയിൽ ഉൾപ്പെടുന്ന 15 നക്ഷത്രക്കാർക്ക് ശനിയുടെ നേർരേഖാ സഞ്ചാരം. കാരണം ശനി പൂർണ്ണ ബലവാനായി നിൽക്കുന്ന ഈ വേളയിൽ, അല്ലെങ്കിൽ ഇന്നേ ദിവസം മുതൽ ജീവിതത്തിലെ സകലവിധ ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും മാറി 5 രാശിക്കാർ രക്ഷപ്പെടാൻ പോവുകയാണ്. വക്രഗതി സഞ്ചാരം കഴിഞ്ഞ് ശനി നേർരേഖയിലേക്ക് എത്തി നിൽക്കുന്ന ഇന്നീ ദിവസം മുതൽ കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ, നല്ല സാമ്പത്തിക സ്ഥിരത, ജോലിയിൽ മാറ്റം, അനുഭവിച്ചുകൊണ്ടിരുന്ന സമസ്ത മേഖലകളിലുള്ള പരാജയങ്ങളും നീങ്ങി ഭാഗ്യാനുഭവത്തിലേക്ക് കുതിക്കാൻ തുടങ്ങിയിരിക്കുന്നു 15 നക്ഷത്രക്കാർ. കാരണം ഇവിടെ ശനി പൂർണ്ണ ബലവാനാകുന്നു എന്നതാണ് എടുത്തു പറയേണ്ട പ്രത്യേകത. അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അനുഭവിച്ചു കൊണ്ടിരുന്ന തടസ്സങ്ങളെയും പ്രയാസങ്ങളെയും ഇല്ലാതാക്കുകയും അവിടേക്ക് ഭാഗ്യത്തിൻ്റെ വിത്ത് വിതയ്ക്കുകയും ചെയ്യുന്ന വളരെ ഭാഗ്യ ദിവസമാണ് ഇന്നു മുതൽ തുടങ്ങിയിരിക്കുന്നത്. 15 നക്ഷത്രക്കാർക്ക്, അതായത് 5 രാശിയിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രക്കാർക്ക് വളരെയേറെ നേട്ടങ്ങളാണ് പൂർണ്ണ ബലവാനായി മാറിയിരിക്കുന്ന ശനി പ്രദാനം ചെയ്യാൻ പോകുന്നത്. ജോലിയിലെ തടസ്സം, സാമ്പത്തിക തടസ്സം, കയ്യിലേക്ക് കിട്ടേണ്ട ധനം കിട്ടാത്ത തടസ്സം, കഠിനമായി അധ്വാനിച്ചിട്ടും അതിൻ്റെ ഫലം ലഭിക്കാത്തതായ ബുദ്ധിമുട്ടുകൾ, അങ്ങനെ സമസ്തവിധ ബുദ്ധിമുട്ടുകളും മാറി ഭാഗ്യരേഖ അല്ലെങ്കിൽ ഭാഗ്യകാലം, രാജയോഗ ഗുണപ്രദങ്ങൾ ലഭിക്കുന്ന ഒരു സമയം തുടങ്ങിയിരിക്കുന്നു 15 നക്ഷത്രക്കാർക്ക്. ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ്, അവർക്ക് പൂർണ്ണമായി ലഭിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പ്രതിപാദിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന്. ഭാഗ്യാനുഭവങ്ങളും നിലവിലെ എല്ലാവിധ പ്രയാസങ്ങളും മാറി അത്യധികം ഗുണഫലങ്ങൾ ഇന്നേ ദിവസം മുതൽ ലഭിച്ചു തുടങ്ങിയിരിക്കുന്ന രാശിക്കാരിൽ ആദ്യത്തെ രാശി ഇടവം രാശിയാണ്. കാർത്തിക, രോഹിണി, മകീരം വരുന്ന നക്ഷത്രക്കാർക്ക് ഇന്നേ ദിവസം മുതൽ നല്ല സമയത്തിൻ്റെ ആരംഭമായിട്ടുണ്ട്. അപ്രതീക്ഷിതമായി ധാരാളം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. നന്മകളാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഒരുപാട് തിന്മകൾ ഉണ്ടായിട്ട്, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു. പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായിരുന്നു നിങ്ങളെ വലച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ഇടവം രാശിക്കാർക്ക് ഒരു സൗഭാഗ്യ കാലഘട്ടമാണ് ആരംഭമായിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നതാണ്. അത് പൂർണ്ണ വിജയത്തിൽ എത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് ശനിയുടെ നേർരേഖാ സഞ്ചാരം നിമിത്തം തുടങ്ങിയിരിക്കുന്നത്. ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കാലതാമസം, ജോലിക്കാകട്ടെ അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങളാകട്ടെ, അങ്ങനെ ഏത് കാര്യത്തിനും ഇറങ്ങി പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന താമസം, അതായത് എളുപ്പം ശരിയാകും അല്ലെങ്കിൽ വേഗത്തിൽ ശരിയാകും എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് പോലും ഇറങ്ങി ചെല്ലുമ്പോഴേക്കും അത് വീണ്ടും ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും എന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്ന ആളുകളുണ്ടാകും. ആ ആളുകൾക്കും ഈ ഇടവം രാശിക്കാരായ നിങ്ങൾക്ക് വളരെ മാറ്റമുണ്ടാകുന്നതാണ്. ഏത് പ്രവൃത്തിക്ക് ഇനി ഇറങ്ങി തിരിച്ചാലും നിങ്ങൾക്ക് 100% പൂർണ്ണമായി അതിനെ വിജയത്തിലെത്തിക്കാൻ സാധിക്കും. ഇടവം രാശിക്കാരായ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളെയൊക്കെ കൊണ്ടുവരാൻ സാധിക്കും. പൂർണ്ണ പ്രാബല്യത്തിൽ വരികയാണ് ശനിയുടെ ബലം. അതുകൊണ്ട് ശനി ബലവാനായതിനാൽ തന്നെ ഏത് കാര്യത്തെയും നിങ്ങൾക്ക് പൂർണ്ണമാക്കാൻ സാധിക്കും. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിനൊക്കെ ഇറങ്ങി തിരിച്ചാൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുനരാരംഭവും ഇവിടെ സാധിക്കുന്നതാണ്. അതായത് ഒരു വീട് പണി അല്ലെങ്കിൽ ഒരു വിവാഹം നിശ്ചയം വരെ എത്തിയിട്ട് മുടങ്ങിപ്പോയിട്ടുള്ളവരുണ്ടാകും. അങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ശനി പൂർണ്ണ ബലവാനായി നേർരേഖാ സഞ്ചാരം തുടങ്ങിയിരിക്കുന്ന ഈ ഒരു വേളയിൽ വളരെയധികം ഭാഗ്യവും നേട്ടങ്ങളും നിങ്ങളെ തേടി എത്തുന്നതാകുന്നു. നിങ്ങൾ നിലവിലൊരു ജോലി അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്നേ ദിവസം മുതൽ ധൈര്യമായി തന്നെ നിങ്ങൾ പരിശ്രമിച്ചോളൂ. നിങ്ങളുടെ കഴിവിനും ആഗ്രഹത്തിനും അനുസരിച്ചുള്ള ജോലി ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. അത് വിദേശ ജോലിയാണെങ്കിൽ പോലും കഴിഞ്ഞ കുറച്ച് നാളുകളായി അതിനുവേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടും പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് പൂർണ്ണമായും നിങ്ങൾ ഇനി ആ ജോലി വേണ്ട എന്ന് വരെ വിചാരിച്ചിട്ടുന്ന ആളുകളുണ്ടാകും. അതൊക്കെ ഒരു സമയത്തിൻ്റെയാണ്, വക്രഗതി സഞ്ചാരം കൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ആ ജോലിയുടെ കാര്യങ്ങൾ മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കേണ്ട. ഇവിടെ ഒരു വളരെ നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയം, അതായത് ശനി നേർരേഖാ സഞ്ചാരം, അതായത് പൂർണ്ണമായി ബലവാനായിരിക്കുന്ന ഈ വേളയിൽ നിങ്ങൾക്ക് വിദേശയാത്രാ ഭാഗ്യം
സ്വപ്നം കാണുക മാത്രമല്ല സാഫല്യത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. ബിസിനസ് ചെയ്യുന്നവർക്കും വളരെയധികം അപ്രതീക്ഷിതമായ നേട്ടങ്ങളും മാറ്റവും ധനവരവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. കർമ്മമേഖലയിൽ ഉയർച്ചയുണ്ടാകുന്നതാണ്. നിങ്ങളുടെ കർമ്മം എന്താണോ അതുമൂലം നിങ്ങൾക്ക് എങ്ങനെയാണോ ധനവരവ് ഉണ്ടാകുന്നത് അതിലേറെ ഇരട്ടി ധനം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുന്ന ഭാഗ്യ സമയമാണ്. പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. ഈ ഒരു സമസ്ത മേഖലകളിലും ഈ ഒരു ശനിയുടെ സ്വാധീനം വളരെയധികം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക ഉന്നതി ഉണ്ടാകും. അതേപോലെ കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാകും. ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകുന്നതാണ്. നിലവിലെ ആരോഗ്യവിധ പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ വിട്ടുമാറി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇടവം രാശിക്കാരെ ആളുകൾക്ക് നിങ്ങളെ വലച്ചുകൊണ്ടിരുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ പൂർണ്ണമായി മാറി ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം, നന്മകൾ ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ശനിയുടെ വക്രഗതിയിൽ നിന്നുള്ള മാറ്റം നിമിത്തം നേർരേഖാ സഞ്ചാരം നിമിത്തം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ സ്ഥിരതയുള്ള ഒരു മാറ്റമാണ് വന്നു ചേരുന്നത്. ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ അമ്മ ജഗദംബികയെ പ്രാർത്ഥിക്കുക, ദേവീക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. ആദിപരാശക്തിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് കൂടെ ഉണ്ടാകും. ഇവിടെ ശനിയുടെ ഇടവം രാശിക്കാരായ നിങ്ങൾക്ക് ഈ ശനി നേർരേഖാ സഞ്ചാരം വളരെയധികം ഭാഗ്യവും എല്ലാവിധ നന്മകളും നേട്ടങ്ങളുമായിരിക്കും ഇന്നേ ദിവസം മുതൽ പ്രദാനം ചെയ്യാനായി പോകുന്നത്. 5 രാശിക്കാരിൽ രണ്ടാമത്തെ രാശിയായി വരുന്നത് കർക്കടകമാണ്. കർക്കടകം രാശിയിൽ വരുന്ന പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് ഇന്നേ ദിവസം മുതൽ ഭാഗ്യസ്ഥാനത്തുള്ള ശനിയുടെ സഞ്ചാരം ഏറ്റവും ഉത്തമമായിട്ടാണ് പ്രതിഫലിക്കുന്നത്. ശനി നിങ്ങൾക്കൊരു വക്രഗതി പൂർണ്ണമായി സഞ്ചാരം നടത്തി പൂർണ്ണ ബലവാനായ നേർരേഖ സഞ്ചാരത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ ഒരു വേളയിൽ ജീവിതത്തിൽ ധാരാളം ഗുണഫലങ്ങൾ വന്നു ചേരുന്നതാണ്. ഭാഗ്യസ്ഥാനത്ത് ശനി സഞ്ചരിക്കുമ്പോൾ ഈ കർക്കടകം രാശിക്കാർക്ക് വളരെയധികം ഉത്തമമായ സമയമാണ് തുടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് പ്രയാസങ്ങൾക്കുമൊക്കെ മാറ്റം വരും. പ്രതീക്ഷിക്കാതെ ചില മോശപ്പെട്ട അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആൾനാശം വരെ ഉണ്ടായ ഒരവസ്ഥയുണ്ട് കുടുംബത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ നൽകിയിട്ടുണ്ട്. ആ വിഷമത്തിൽ നിങ്ങൾ ആകെ മൂടിപ്പോവുകയല്ല വേണ്ടത്. വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുക. പ്രതിസന്ധികളൊക്കെ പൂർണ്ണമായി മാറുന്നതാണ്. നാളത്തെ ദിവസം മുതൽ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും എന്നൊക്കെ നിങ്ങൾ ദിനംപ്രതി കേൾക്കുന്ന കാര്യമാണ്. പക്ഷേ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം മുതൽ വന്നു ചേർന്നിരിക്കുന്ന ഒരു മാറ്റമാണ്. ശനിയുടെ നേർരേഖാ സഞ്ചാരം കർമ്മഫലം നൽകുന്ന കർമ്മഫലദാതാവാണ് ശനി. നൽകുമ്പോൾ എല്ലാവിധ ഭാഗ്യങ്ങളും വാരിക്കൂരി തരുന്ന ഒരു ഗ്രഹം കൂടിയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന എല്ലാവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുന്നതാണ്. കുടുംബത്തിലുള്ള ആളുകളെ ഓർത്തും അല്ലെങ്കിൽ നിങ്ങളെ ഓർത്ത് തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ മറ്റുള്ളവർ വിഷമിക്കുന്നുണ്ടാവും. നിനക്കൊരു ജോലിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നേരെ സെറ്റിൽ ആവാൻ സാധിച്ചില്ല. അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്നു, നിങ്ങളും മറ്റുള്ളവരെ ഓർത്ത് വിഷമിക്കുന്നു. അപ്പോൾ മനസ്സിൻ്റെ എല്ലാവിധ വിഷമങ്ങളും മാറുന്ന ഒരു സമയമാണ്. പണം കടം കൊടുത്ത് അല്ലെങ്കിൽ കടം വാങ്ങി ഇതിൽ നിന്ന് ധനപരമായ നഷ്ടങ്ങളൊക്കെ അനുഭവിച്ച ആളുകൾക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്ന ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് ലഭിക്കുന്ന സമയമാണ് ആരംഭമായിരിക്കുന്നത്. നമുക്കറിയാം ശനി കർമ്മത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമായതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക്, അതായത് പുണർദം, പൂയം, ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്കും വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഇപ്പോൾ രണ്ടാമത്തെ രാശിയായിട്ട് വരുന്നതാണ് കർക്കടകം രാശി. ഇവിടെ 5 രാശിക്കാർക്കാണ് ഈ ഒരു സമയം വളരെയധികം നേട്ടങ്ങളും ഭാഗ്യങ്ങളും വന്നു ചേരുന്നത്. പൂർണ്ണ ബലവാനായി നിൽക്കുന്ന ഈ ഒരു വേളയിൽ ഇന്നേ ദിവസം മുതൽ നിങ്ങൾക്ക് തടസ്സമായി നിന്നിരുന്ന പലവിധ കാര്യങ്ങളും അകന്നു മാറി ആ തടസ്സം ഉണ്ടായ മേഖലയിൽ നിന്ന് നിങ്ങൾക്കൊരു പുനർജീവനം അല്ലെങ്കിൽ പുനരാരംഭമാണ് തുടങ്ങാൻ പോകുന്നത്. ഏത് കാര്യത്തെയും ഒന്ന് വീക്ഷിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുന്നതാണ്. അടുത്തതായി തുലാം രാശിയിൽ വരുന്ന ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശനിയുടെ നേർരേഖാ സഞ്ചാരം ഒരുപാട് സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിൽ ചെലുത്തുന്നുണ്ട്. പ്രധാനമായിട്ട് 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഇവിടെ ശനി വളരെയധികം പൂർണ്ണ ശുഭനായ ഗ്രഹമായതിനാൽ തന്നെ നിങ്ങൾക്ക് അനുഗ്രഹം നൽകുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ സമസ്ത ബുദ്ധിമുട്ടുകളും മാറി നിങ്ങൾക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, ആശുപത്രിവാസങ്ങൾ ഇതൊക്കെ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ആശുപത്രിയിൽ കിടന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഗൃഹത്തിലുള്ളവർക്ക് വേണ്ടി നിങ്ങൾക്കും ആശുപത്രിവാസമൊക്കെ, അല്ലെങ്കിൽ ഗൃഹത്തിൽ ഒരാൾ സുഖമില്ലാതായാൽ നമ്മൾ അവരെ പരിചരിക്കാൻ ആശുപത്രി നിൽക്കേണ്ടി വരില്ല. അങ്ങനെ ആശുപത്രിവാസം വരെ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അതുവഴിയും ചില സാമ്പത്തിക ക്ലേശങ്ങൾ, പെട്ടെന്ന് ധനം കയ്യിലെടുക്കാനില്ലാതിനാൽ കടം വാങ്ങിക്കേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ സാമ്പത്തികമായി ഒരുപാട് ക്ലേശങ്ങൾ വളരെയധികം
അനുഭവിക്കുന്ന ആളുകൾ, അതായത് ജീവിക്കണോ മരിക്കണോ എന്നറിയാത്തൊരവസ്ഥയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഇവിടെ മാറ്റമുണ്ടാകുന്നതാണ്. കർമ്മമേഖലയിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. കുടുംബത്തിൽ നിലനിന്നിരുന്ന കേസ് വഴക്ക് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നീങ്ങുന്നതാണ്. പൂർവിക വഴി ലഭിക്കേണ്ട ഭൂമിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നതാണ്. ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാലഘട്ടം തുടങ്ങി എന്ന് മാത്രം ഇപ്പോൾ മനസ്സിലാക്കിയാൽ മതി. അതായത് മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ഒക്കെ നല്ലൊരു പുരോഗതി ഉണ്ടാകുന്നതാണ്. ഈ ഇടക്കാലമായി മാതാവിന്, അതായത് നിങ്ങളുടെ ആ ഒരു ദുരിതം കൂടി മാതാവിന് അനുഭവത്തിൽ വരേണ്ടതായി വന്നിട്ടുണ്ട്. അതുവഴി മാതാവിന് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കും ബാധകം തന്നെ ആകുന്നുണ്ട്. എന്നാൽ അതിനൊക്കെ ഒരു പരിഹാരം, ഒരു മാറ്റം ഉണ്ടാകുന്ന സമയം വന്നിരുന്നു. മാതൃസ്ഥാനത്ത് നിന്ന് ഒരു അനുഗ്രഹമൊക്കെ ഉണ്ടാകേണ്ട, അല്ലെങ്കിൽ മാതാവിൽ നിന്ന് നല്ല ഗുണങ്ങളൊക്കെ ലഭിക്കാനുള്ള ഒരു ഭാഗ്യവും സമയവും ഒക്കെയാണ് നിങ്ങൾക്കിപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അതേപോലെ ഒരു ഗൃഹനിർമ്മാണം പാതി വഴിയിലായി കിടക്കുന്ന നിങ്ങൾക്ക് അതുകൂടി പുനരാരംഭിക്കുവാനായി സാധിക്കും. വേഗം തന്നെ അത് ഗൃഹപ്രവേശനത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. നല്ല ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സാമ്പത്തികമായി പ്രതിസന്ധികൾ നിമിത്തം അത് പാതി വഴിയിലായവർക്കും പൂർത്തീകരിക്കാനായി സാധിക്കുന്നതാണ്. ശനിയുടെ ഒരു സ്വാധീനം നിങ്ങൾ ശക്തമായ മാറ്റങ്ങളെയാണ് കൊണ്ടുവരുന്നത്. കേവലമായി കരുതേണ്ട, ഇത് വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. കുട്ടികളില്ലാതെ വിഷമിച്ചിരിക്കുന്ന ആളുകൾക്ക്, ആകുലതകൾ ഒരുപാട് അനുഭവിക്കുന്നവർക്കും അതൊക്കെ മാറി ഒരു നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ഉത്തമ സന്താന ലബ്ധിയൊക്കെ ഉണ്ടാകും. അതേപോലെ വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ വളരെയധികം നേട്ടമുണ്ടാകും. വിദേശ ജോലിയോ അല്ലെങ്കിൽ വിദേശത്തേക്ക് പഠിത്തവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞോ പോകുന്നതിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. വിവാഹ യോഗമൊക്കെ വന്നു ചേരുന്ന നല്ലൊരു സമയത്തിൻ്റെ ആരംഭമാണ് ഇപ്പോൾ ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ്. ഏറ്റവും ഗുണകരമായ ഒരു സമയം തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കുക. അടുത്തതായി വൃശ്ചികം രാശിയാണ്. വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരായ ആളുകൾക്കും ഉത്തമ സമയമാണ് തുടങ്ങിയിരിക്കുന്നത്. പ്രതിസന്ധികളൊക്കെ മാറിയ ഒരു കാലഘട്ടം. പ്രത്യേകിച്ച് കുറച്ച് നാളുകളായി ഒരുപാട് മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ കാര്യത്തിൽ, വൃശ്ചികം രാശിയിൽ വരുന്ന സ്ത്രീകൾ ഒരുപാട് മാനസികമായി ശാരീരികമായ വ്യതകൾ അനുഭവിക്കുന്നുണ്ട്. അടിക്കടി ഉണ്ടാകുന്ന അലർജി പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. എത്ര പരിശ്രമിച്ചിട്ടും ഒരു മാറ്റം കിട്ടാത്ത അവസ്ഥ. ഒരുപാട് ക്ഷേത്രദർശനങ്ങൾ നടത്തി, വഴിപാടുകൾ നടത്തി, എന്നിട്ടൊന്നും ഫലം കിട്ടുന്നില്ല. ഇനി കാണാനായും ആരെയുമില്ല. എല്ലാവരെയും കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ തേടി വഴിപാടുകളൊക്കെ നടത്തിയിട്ടും ഫലമൊന്നുമില്ലാതിരുന്നൊരവസ്ഥയുണ്ട്. എന്നാൽ ഇവിടെ ശനിമാറ്റത്തോടു കൂടി അനുഭവങ്ങൾക്ക് വരെ ഉണ്ടാകുന്നത്. ആത്മവിശ്വാസം ഉണ്ടാകും, മുന്നേറ്റം ഉണ്ടാകും. സഹോദര സ്ഥാനീയരായിട്ടോ അല്ലെങ്കിൽ സഹോദര ഗുണം ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. സഹോദര ബന്ധങ്ങളിൽ ഉണ്ടായ വിള്ളലുകൾ ഒരുപാട് പ്രയാസങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാട് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. സഹോദര സ്ഥാനീയരുമായിട്ടോ അല്ലെങ്കിൽ സഹോദരരുമായിട്ടോ ഒക്കെ പിണക്കങ്ങൾ ഉണ്ടായതൊക്കെ രമ്യതയിലാവുന്ന സമയമാണ്. ഒരു സമയത്ത് വന്നു ചേർന്ന പലവിധ പ്രയാസങ്ങളും ഇന്നേ സമയം മുതൽ, അതായത് ശനിയുടെ നേർരേഖാ സഞ്ചാരം നിമിത്തം മാറ്റം വന്നു ചേരുകയാണ്. വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ഭൂമി, വീട്, അതേപോലെ സന്താന ഗുണം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. സ്വന്തമായി ഭൂമി വാങ്ങാനുള്ള യോഗം കാണുന്നുണ്ട്. സ്വപ്നങ്ങളൊക്കെയും സാക്ഷാത്കരിക്കപ്പെടുന്ന സമസ്ത മേഖലകളിലും ശനി നിങ്ങളെ അത്രമേൽ സ്വാധീനിക്കുന്ന വളരെ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്ന, ഗുണഫലങ്ങൾ ജീവിതത്തിൽ ധാരാളമായി വന്നു ചേരുന്ന ഒരു സമയമാണ്. അമ്മ മഹാമായയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഈ ഗുണകരമായ ഫലങ്ങളൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാകുന്നു. അടുത്തതായി മകരം രാശിയാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്ക് ശനിയുടെ നിർരേഖ സഞ്ചാരം വളരെയധികം മുന്നേറ്റമാണ് കൊണ്ടുതരുന്നത്. പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ പൂർണ്ണമായി വിട്ടുമാറുന്ന ഒരു സമയമാണ്. ഇനി മുതൽ അങ്ങോട്ട് നിങ്ങളെ ജീവിതത്തിൽ ബാധിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രയാസങ്ങളും മാറി ധനവരവ് ലഭിക്കുന്ന ഒരു സമയമാണ്. കുടുംബത്തിലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിൽ ആകെ ഒരു അരക്ഷിതാവസ്ഥ നിലനിന്ന ആളുകൾക്ക് അതൊക്കെ മാറും. കർമ്മനേട്ടം ഉണ്ടാകും. ആരോഗ്യപരമായി നിലനിന്നിരുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറും. മനസ്സിൻ്റെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകും. സന്തോഷം ലഭിക്കും. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നതാണ്. പൂർണ്ണ ഫലങ്ങളാണ് ഇവിടെ ലഭിക്കുന്നത്. ഏതു കാര്യവും നിങ്ങൾ 100% പരിശ്രമിച്ചാൽ ആ 100% വിജയം നിങ്ങൾക്ക് ഈ ഒരു സമയം വന്നു ചേരുന്നതാണ്. ശനി ഇവിടെ ആയുരാരോഗ്യ സൗഖ്യം നൽകുന്ന ഒരു കാലഘട്ടമായതിനാൽ നിലവിലെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ദാമ്പത്യ ജീവിതത്തിൽ ഒരു ഉയർച്ചയും നേട്ടങ്ങളും ഒക്കെ വന്നു ചേരും. ശനി ഇവിടെ വളരെയധികം നിങ്ങളുടെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകളെ കൂടി മാറ്റുന്നുണ്ട്. അതായത് ജോലി ഇല്ലാത്തവരാണെങ്കിൽ ഉത്തമ ജോലിക്കുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. വിദേശ ജോലിക്ക് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഒരു ജോലി മാറ്റത്തിന് ആഗ്രഹിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്കൊക്കെയും അതിന് അനുയോജ്യമായ സമയമാണ്. എല്ലാ തരത്തിലുള്ള ശനിയുടെ സ്വാധീനവും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന, അതായത് വിധിഗ്രഹമാണ് ശനി എന്നതുകൂടി മനസ്സിലാക്കുക. ഇന്നേ ദിവസം മുതൽ എല്ലാ നേട്ടങ്ങളും നിങ്ങളുടെ മേൽ വന്നു ചേരുകയാണ്. ശുഭാപ്തി വിശ്വാസം ഉണ്ടാകും. ആത്മവിശ്വാസം നൽകുന്ന തരത്തിലുള്ള ഓരോ ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് ഇന്നേ
ദിവസം മുതൽ ദൃശ്യമാകും. പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ വന്നു ചേരും. ധനപരമായിട്ടുള്ള ധാരാളം മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. മനോധൈര്യം വന്നു ചേരും. അപ്പോൾ ആദിപരാശക്തി അമ്മയുടെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ 5 രാശിയിൽ ഉൾപ്പെടുന്ന 15 നക്ഷത്രക്കാർക്കാണ് വളരെയധികം ശ്രേഷ്ഠകരമായി ശനിയുടെ നേർരേഖ സഞ്ചാരം നിമിത്തം വന്നു ചേരുന്നത്. ശനിയുടെ വക്രഗതി സഞ്ചാരത്തിൽ ഒരുപാട് നിങ്ങളെ ഇട്ട് ശനി വലിച്ചു. ആകെ പെടാപ്പാടുപെട്ട ഒരു അവസ്ഥയായിരുന്നു. ആ അവസ്ഥയ്ക്ക് ഇവിടെ മാറ്റമുണ്ടാകുന്നതാണ്. ഏത് ദേവനെയാണോ ഏത് ദേവിയാണോ നിങ്ങൾ ആരാധിക്കുന്നത് ആ ദൈവത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകൂ. ശനി നിങ്ങളിൽ ഇപ്പോൾ പൂർണ്ണബലവാനായി നിൽക്കുന്നതിനാൽ ഈ പറഞ്ഞ ഫലങ്ങൾ ഒക്കെയും നിങ്ങൾക്ക് വന്നു ചേരും.